നമുക്ക് ചടങ്ങുകളിലേക്ക് വരുമ്പോൾ പ്രജിൻ, കുടമാറ്റത്തിൻ്റെ സമയമാണ് ഏറ്റവും ദൈർഘ്യമേറിയ, ഒരുപക്ഷെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സുന്ദര കാഴ്ച എന്ന നിലയിലാണ് ആ കുടമാറ്റത്തെ നമ്മൾ കാണാറുണ്ടായിരുന്നത്. കാരണം 2 ഭഗവതിമാരും മുഖാമുഖം നിൽക്കുകയും ആനപ്പുറത്ത് വിവിധ വർണ്ണങ്ങളുള്ള, വിവിധ സ്വഭാവത്തിലുള്ള, വിവിധ വിസ്മയങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള കുടകൾ നിവർത്തുകയും അങ്ങനെ ഒരു അതീന്ദ്രിയമായ ഒരു അനുഭൂതി സമ്മാനിക്കുന്ന ഒന്നായി അത് മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കാലം വരെ കണ്ടത്. പക്ഷേ ഇത്തവണ അത് 15 മിനിറ്റായി ചുരുക്കിയിരിക്കുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വേദനയിൽ നിന്ന് അത്ര വലിയ ആഘോഷങ്ങളിലേക്ക്, അത്ര വലിയ ഹർഷാരവത്തിലേക്ക് ഒരുപക്ഷെ പോകുന്നത് അനുചിതമായിരിക്കും എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കുടമാറ്റത്തിലും അപ്രതീക്ഷിതമായ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുടമാറ്റം എന്ന ഏറ്റവും അവിസ്മരണീയം, ഏറ്റവും സുന്ദരമായ, ഏറ്റവും കാഴ്ച സുഭഗമായ സന്ദർഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 15 മിനിറ്റാണ്. 5:30 കൂടിയായിരിക്കും കുടമാറ്റം ആരംഭിക്കാൻ പോകുന്നത്. തെക്കോട്ടിറക്കം പൂർത്തിയാക്കിയ ശേഷം ഗജവീരന്മാർ പരസ്പരം മുഖാമുഖം നിൽക്കുന്നു, ഭഗവതിമാർ മുഖാമുഖം നിൽക്കുന്നു. ആ സമയത്താണ് ഈ ആനപ്പുറത്ത് കുടകൾ ഉയർത്താൻ പോകുന്നത്. വെഞ്ചാമരം വീശിയും ആലവട്ടം വീശിയും ഒക്കെ ഈ കുടകൾ ഏതാനും നേരം പിടിച്ചു നിൽക്കും. അതിനുശേഷമാണ് മറുഭാഗം അവരുടെ കുടകൾ ഉയർത്തുക. ഓരോ വർഷവും അവർ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് കുടകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ. അതിൽ വർണ്ണങ്ങളിലും അതിലെ മിനുക്കുപണികളിലുമൊക്കെ അവർ നടത്തുന്ന പരീക്ഷണങ്ങൾ. അങ്ങനെ ഓരോ തവണയും വ്യത്യസ്തങ്ങളായ, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുടകളിലെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അവർ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം പന്തായം വെക്കുക പോലും ചെയ്യാറുണ്ട്. ഈ കുട, ഇനി വരാൻ പോകുന്ന കുട, മെസ്സി കുട ഉയർത്തിയ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ പലതരത്തിൽ അവർ പന്തയം വെക്കാറ് പോലും ഉണ്ട്. ഇനി വരാൻ പോകുന്ന കുട ഇതായിരിക്കും, ഇതിൻ്റെ നിറം ഇതായിരിക്കും, അതിൽ വരുന്ന മിനുക്കുകൾ, മാറ്റങ്ങൾ ഇതായിരിക്കും, അതിൽ ഇത്ര തട്ടുകൾ ഉണ്ടാകും എന്നൊക്കെ പരസ്പരം പന്തയം വെക്കുന്നത് പോലും നമ്മൾ കാണാറുണ്ട്. ഏതായാലും കുടമാറ്റത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. കുടമാറ്റം കാണാൻ പോവുകയാണ് നമ്മൾ. ഏറ്റവും സുന്ദരമായ കുടകൾ നിവരാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കുടകൾ കാണാം. അതിലെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാഴ്ച വിരുന്ന് ഒരുക്കിയിരിക്കുന്നു ഈ കുടമാറ്റത്തിലൂടെ പൂരപ്രേമികൾക്ക് മുന്നിലേക്ക്. പാറമേക്കാവ് വിഭാഗം ആദ്യം ഇറങ്ങി, പിന്നീട് തിരുവമ്പാടി ഇതിന് പിന്നാലെ വരുന്നു. അവർ മുഖാമുഖം നിൽക്കുന്നു. ഇപ്പോൾ കുടകൾ ഓരോന്നായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത്തവണ കുടമാറ്റം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ കുടകൾ ഉയരുമ്പോഴും ആരവങ്ങൾ മുഴക്കുന്നു. ഓരോ വിഭാഗത്തെയും പിന്തുണക്കുന്നവർ എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഓരോ വിഭാഗത്തെയും പിന്തുണക്കുന്നവർ മാത്രമല്ല, കുടമാറ്റത്തിൻ്റെ ഭാഗമായി അത് കാണാനെത്തിയിരിക്കുന്ന ഓരോരുത്തരും അവിടെ പൂരത്തിൻ്റെ ആവേശം